ഹായ്, ഇന്ന് ഞാൻ ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിരിയാണിക്ക് നമ്മൾ എപ്പോഴും ഡേറ്റ്സ് പിക്കിളല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം വേണം. നമ്മുടെ വീട്ടിലെ ചീനിച്ചട്ടി ആയാലും മതി. നോൺ സ്റ്റിക്ക് പാത്രം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കിച്ചണിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാനായിട്ട് കല്ല് കാണും. അത് നമുക്കിപ്പോൾ വേണം. എന്തായാലും നമുക്കിപ്പോൾ ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. 7 വെളുത്തുള്ളി ഇട്ട് ഇതുപോലെ നന്നായി ചതച്ചെടുക്കാം. ഇതെല്ലാം ചതച്ചതിന് ശേഷം ഒരു 4 ഡേറ്റ്സ് കൂടി ചേർക്കാം. ഇപ്പോൾ കുരു കളഞ്ഞിട്ടാണ് ഞാൻ ഈ 4 ഡേറ്റ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. 4 ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് 6 8 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡേറ്റ്സിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ചതച്ചെടുക്കാം. ഈ ഡേറ്റ്സ് ഒന്നും കഷ്ണങ്ങളായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ കാണാൻ കിട്ടരുത്. അതിന് വേണ്ടിയിട്ടായി ചതച്ചെടുക്കാൻ പറയുന്നത്. നല്ലതുപോലെ ചതച്ചെടുക്കാം. ഇനി പിഴുപുളി കൂടി ചേർക്കാം. അത് നല്ലതുപോലെ ചതച്ച് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. ഇതെല്ലാം നല്ല പേസ്റ്റ് പരുവമായതിനു ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കല്ലുപ്പാണ് ഉള്ളത്, അതുകൊണ്ട് ഞാനിപ്പോൾ അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതെല്ലാം ഒന്നുകൂടി നല്ലതുപോലെ കല്ലുകൊണ്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് വേണ്ടിയത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയുടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയുടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷവും ഒത്തിരി ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ 1 സ്പൂൺ വെള്ളമൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഈ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഈ കറക്റ്റ് ഓർഡറിൽ തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. പുളി ചേർത്തിട്ട് ഈന്തപ്പഴം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ അല്പം ഡ്രൈ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അല്പം വെള്ളമൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഞാൻ 1 സ്പൂൺ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിന് മധുരം വേണമല്ലോ. ഇതിനാവശ്യമായ ശർക്കര കൂടി ചേർക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർത്തിട്ടുണ്ട്. നന്നായി കല്ലുകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതാണ് ഡേറ്റ്സ് പിക്കിളിന് പകരക്കാരൻ. ഞാനിപ്പോൾ ഡേറ്റ്സ് പിക്കിൾ ഉണ്ടാക്കാറേ ഇല്ല. ഇത് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്